ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷം തുടങ്ങിയിട്ട് ആദ്യത്തെ സങ്കടഹര ചതുർത്ഥിയാണ് നാളെ വരുന്നത്. അതും ചൊവ്വാഴ്ച വരുന്ന അങ്കാരക സങ്കടഹര ചതുർത്ഥി. വർഷത്തിൽ 1-2 തവണ മാത്രമേ നമുക്ക് ചൊവ്വാഴ്ചയും ചതുർത്ഥി തിഥിയും ഒന്നിച്ചു വരാറുള്ളൂ. അതും കറുത്ത പക്ഷത്തിലെ ചതുർത്ഥി. ഈ വർഷം നമുക്കത് 2 പ്രാവശ്യമാണ് വരുന്നത്. വർഷത്തിൻ്റെ തുടക്കം തന്നെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകാൻ ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ നമ്മൾ കരുതണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ചെമ്പരത്തി ഇല പരിഹാരമാണ്. എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം നമ്മൾ നാളെ ഗണേശന് ചെയ്യുന്നത് പൈസായ്ക്ക് നമ്മുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഏതൊരു ചൊവ്വാഴ്ചയും ഭഗവാന് ചെയ്യാവുന്നതാണ്. പക്ഷേ തുടങ്ങുന്നത് ചൊവ്വാഴ്ചയും ചതുർത്ഥി തിഥിയിലും ആയിരിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. അതുതന്നെ ചൊവ്വാഴ്ചയും ചതുർത്ഥിയും വരുന്ന അങ്കാരക ചതുർത്ഥിയിൽ ചെയ്യുമ്പോൾ 100% ഫലം ലഭിക്കും. ഇത് നമുക്ക് ചൊവ്വായും ചതുർത്ഥിയും വരുന്ന ദിവസം, അതായത് നാളെ മാത്രമായിട്ടും ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 9-11 ചൊവ്വാഴ്ചകളിലും ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യാർത്ഥം ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ എന്താണ് ചെയ്യേണ്ടത്? വർഷത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ആദ്യത്തെ ചതുർത്ഥിയാണ്. ഇതുവരെ ചതുർത്ഥി വ്രതം എടുക്കാത്തവർ കിഴികെട്ടി ചതുർത്ഥി വ്രതം എടുക്കേണ്ടുന്ന രീതിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വ്രതം എടുക്കുന്നത് നമ്മൾ സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ്. വൈകുന്നേരം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാണ് നമ്മൾ നമ്മുടെ ചതുർത്ഥി വ്രതം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് വീട്ടിൽ ഗണേശ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകമൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് ഭഗവാന് മുൻപിൽ വെളിച്ചെണ്ണ കൊണ്ടൊരു ദീപം കൊളുത്തി ഭഗവാന് 21 കറുകകൾ ഒന്നിച്ചു കൂട്ടിക്കെട്ടി ഒരു മാലയാക്കി സമർപ്പിച്ച്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പൂക്കൾ എന്താണോ അത് ഭഗവാന് മുൻപിൽ സമർപ്പിച്ച് നമുക്ക് സങ്കല്പം ചെയ്യാം. ഞാൻ ഇത്ര ചതുർത്ഥികൾ തുടർച്ചയായിട്ട് വ്രതമെടുത്തേക്കാം, എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. ഒപ്പം തന്നെ ചതുർത്ഥി ദിവസമായ നാളെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ക്ഷേത്രത്തിൽ നമ്മൾ കറുകമാല സമർപ്പിക്കുന്നതും തേങ്ങ ഉടയ്ക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. വ്രതം എടുക്കുന്നവർ നാളത്തെ ദിവസം അരിയാഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പാല്, പഴങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെയല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. വൈകുന്നേരമാണ് നമ്മൾ ചതുർത്ഥി പൂജ ചെയ്യുന്നത്. ചതുർത്ഥി പൂജ ചെയ്ത് വൈകിട്ട് ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന നിവേദ്യം കഴിച്ചാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ചെമ്പരത്തി ഇലകൾ, അതിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പറിക്കാവുന്നതാണ്, നാളെയും പറിക്കാം. നാളെ വൈകിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. നാളെ വൈകുന്നേരം പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിൽ പൂജ ചെയ്താൽ മതിയാവും. നാളെ ഒരു ദിവസം മാത്രം പൂജ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് 108 ചെമ്പരത്തി ഇലകൾ പറിക്കുക എന്നുള്ളതാണ്. 108. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തി ഉണ്ടാവും. ഏറ്റവും ശ്രേഷ്ഠം നമ്മുടെ 5 ഇതളുകളുള്ള ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഇലകളാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതില്ല, മറ്റ് ചെമ്പരത്തികളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഇലകളും പറിക്കാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മിക്സ് ചെയ്ത് പറിക്കരുത്. ഇപ്പം നിങ്ങൾ 5 ഇതൾ ചെമ്പരത്തി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഇലകളാണെങ്കിൽ 108 എണ്ണം അതിൻ്റെ തന്നെ പറിക്കണം. അങ്ങനെയല്ല മറ്റ് ചെമ്പരത്തി ആണെങ്കിൽ അതിൽ നിന്ന് മാത്രമേ പറിക്കാവുള്ളൂ, മിക്സ് ചെയ്ത് പറിച്ചെടുക്കരുത്. ഇനി 108 ഇലകൾ കിട്ടാനില്ലാത്തവർ 54 21 ഇലകൾ പറിച്ചെടുക്കാവുന്നതാണ്. അപ്പം 108 ഇലകളാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു ദിവസം മാത്രം ഈ ഒരു അർച്ചന ഭഗവാന് ചെയ്താൽ മതിയാവും. അങ്ങനെയല്ല 54 21 ഇലകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുപ്പിച്ച്, ഇപ്പം നാളെ തുടങ്ങി അടുപ്പിച്ചൊരു 5 7 9 11 ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും.
അത് നിങ്ങളുടെ താല്പര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ചെമ്പരത്തി ഇലകൾ പറിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കണം. പൊടികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം അത് നന്നായിട്ട് തുടച്ചെടുക്കണം. തുടച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ 2 രീതിയാണ്. ഒന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇലകളിലെല്ലാം നമ്മൾ ഓം എന്ന് എഴുതണം. എഴുതി അതൊരു മാലയാക്കി വീടിനടുത്തുള്ള ക്ഷേത്രത്തിലോ അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ചാർത്തുക എന്നുള്ളത്. ഇനി അതിൽ ഓമെന്ന് എഴുതി ഭഗവാന് മാല ചാർത്താൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഇലകളെടുത്ത് ഓം എന്ന് ചൊല്ലി ഭഗവാനത് സമർപ്പിക്കുക. നമ്മൾ അർച്ചന ചെയ്യുമല്ലോ, അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ഇലകളിൽ ഓമം എഴുതി അത് ഭഗവാന് ചാർത്തുകയാണെങ്കിൽ ചെയ്യേണ്ടത് ചന്ദനം, നമ്മുടെ ചന്ദനമുണ്ടല്ലോ, ചന്ദനക്കട്ട, അതല്ലെങ്കിൽ പൂജാ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന എന്ത് ചന്ദനവും ആയിക്കൊള്ളട്ടെ, ക്ഷേത്രത്തിൽ നിന്നെടുക്കുന്ന ചന്ദനം എടുക്കരുത്. ചന്ദനം, അതിലൊരൽപ്പം പച്ചക്കർപ്പൂരം, ജവ്വാതുപൊടി, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവ്, ഇതെല്ലാം കൂടി ഇട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോതിരവിരൽ കൊണ്ട് അതിൽ ഓം എന്ന് എഴുതണം. എഴുതിയിട്ട് വേണം നമ്മളതൊരു മാലയാക്കി കോർത്ത് ഭഗവാന് ചാർത്താൻ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മാലയാക്കുമ്പോഴും നമ്മളത് അർച്ചന ചെയ്യാനെടുത്താലും ചെമ്പരത്തി ഇലയിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ തണ്ടുണ്ടാകുമല്ലോ, ആ ഇലയിൽ ആ തണ്ട് നമ്മൾ മുറിച്ച് കളയണം. തണ്ടോടുകൂടി നമ്മൾ ഭഗവാന് അർച്ചന ചെയ്യാനോ മാല കെട്ടാനോ പാടില്ല. എനിക്ക് തോന്നുന്നു ഓമെന്നെഴുതി അത് മാല കെട്ടി ചാർത്തുന്നതിനേക്കാൾ എല്ലാവർക്കും എളുപ്പം ഓരോ ഇലയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ആ സമയത്ത് നമ്മൾ ഭഗവാൻ അതുകൊണ്ട് ഓം എന്ന് ചൊല്ലി അർച്ചന ചെയ്യുന്നതായിരിക്കും. നിങ്ങളിത് ഒരേ ഒരു പ്രാവശ്യം 108 ഇല കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ധനപരമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം. 108 എണ്ണം കിട്ടാനില്ലാത്തവർ 54 21 ചെമ്പരത്തി ഇലകൾ എടുത്തിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് 11 9 7 ചൊവ്വാഴ്ചകളിൽ ചെയ്യാം. പീരിയഡ്സ് വരുമ്പം ആ ആഴ്ച സ്കിപ്പ് ചെയ്താൽ മതിയാവും. ഇത് വീട്ടിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിന് ചെയ്യാം, ഭർത്താവിന് വേണ്ടിക്ക് ഭാര്യയ്ക്ക് ചെയ്യാം. 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാവുന്നതാണ്. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. ശേഷം നാളെ ഭഗവാന് നമ്മൾ കൊഴുക്കട്ടയാണ് സമർപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 5 7 11 21 കൊഴുക്കട്ടകൾ അത് ഒരു കൂമ്പാരമായിട്ട് ഉണ്ടാക്കി നമ്മൾ ഭഗവാന് സമർപ്പിക്കണം. ഒപ്പം തന്നെ സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യമോ 21 പ്രാവശ്യം, അത് നമ്മുടെ സമയത്തിനനുസരിച്ച് ഒന്നെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അങ്ങനെ അല്ലെങ്കിൽ 21 പ്രാവശ്യം സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലാൻ സാധിക്കുന്നവർ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ കൊഴുക്കട്ട ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് 21 പ്രാവശ്യം സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലി 21ാമത്തെ കൊഴുക്കട്ടയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ വെക്കുന്ന എന്തൊരാഗ്രഹവും അടുത്ത ചതുർത്ഥിക്ക് മുൻപ് ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേരത് ചെയ്ത് ഫലം കിട്ടിയിട്ടുള്ളതാണ്. എല്ലാ ചതുർത്ഥി വരുമ്പോഴും നിങ്ങളോട് ഞാനിത് പറയുന്ന കാര്യവുമാണ്. അപ്പം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉരുട്ടി അതിൽ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യം ആദ്യം നിങ്ങൾക്ക് ഈ അർച്ചന ചെയ്യാം. അർച്ചന ചെയ്ത് തീർന്നതിന് ശേഷം സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലാം. ഓരോ പ്രാവശ്യവും ചൊല്ലി ഓരോ കൊഴുക്കട്ട സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളവർ 21 കറുക കിട്ടുമെങ്കിൽ ഓരോ കറുകയും ഇത് ചൊല്ലി സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠം നമ്മൾ കൊഴുക്കട്ട സമർപ്പിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് 21 കറുക എടുത്ത് വെക്കുക, 21 കൊഴുക്കട്ട, എന്നിട്ട് ഓരോ കൊഴുക്കട്ടയും സമർപ്പിക്കുന്നതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ഓരോ കറുകപ്പുല്ലും കൂടി ഇതിന് മുകളിൽ വെച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. പക്ഷേ ഇത് ചെയ്താൽ തീർച്ചയായും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. നാളത്തെ ദിവസം ഭഗവാന് മുൻപിൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ ദീപം കൊളുത്തി വെക്കണം. രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് പൂജകളൊന്നുമില്ല. നമ്മൾ ഭഗവാന് മുൻപിൽ
വിളക്ക് കത്തിച്ച് വെച്ചിട്ട് സങ്കല്പം ചെയ്യുക. ഇന്ന് വരെ ആയിട്ടും നിങ്ങൾ ചതുർത്ഥി വ്രതം എടുക്കാത്തവർ, തുടർച്ചയായി വ്രതം എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ആദ്യമായിട്ട് എടുക്കുന്നവരാണ് ഞാൻ പറഞ്ഞതുപോലെ ഭഗവാന് സങ്കല്പം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി 108 കറുക കൊണ്ടോ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടോ റോസാപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടോ ചെമ്പരത്തി പൂക്കളൊക്കെ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ബീജമന്ത്രമായിട്ടുള്ള ഗം എന്നുള്ളത് നമുക്ക് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥമാണ്. എങ്ങനെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നല്ല ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ചെമ്പരത്തിയില എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെമ്പരത്തി ഇല കൊണ്ടുള്ള ഈ ഒരു അർച്ചന അല്ലെങ്കിൽ മാല കെട്ടി ഇടുന്നത് ചെയ്യണം. നല്ല ഫലം തന്നെ ലഭിക്കും. തീർച്ചയായിട്ടും 2026 ഇത് നിങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്താൽ ധനത്തിന് നിങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. ഭഗവാൻ നിങ്ങളെ കാത്തുകൊള്ളും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.